അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നിലും ഒരു ബർക്കത്തില്ല, ജോലിയിൽ അഭിവൃദ്ധി. ചിലർക്ക് ഒരുപാട് ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ എത്ര പൈസ കിട്ടിയാലും മതിയാവണില്ല, ആ പൈസ ഏതിലൊക്കെ പോവണത് എന്ന് അറിയണ പോലുമില്ല. അതേപോലെ തന്നെ ശമ്പളമൊക്കെ കയ്യിൽ കിട്ടിയാൽ അത് അതുപോലെ തന്നെ ചിലവായി പോവുക, ഒന്നും ബാക്കിയായി കയ്യിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയില്ല, അതുപോലെ തന്നെ കടങ്ങൾ കൂടി വരിക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ തന്നെ കടം കൂടി വരാതിരിക്കാനും ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെയുണ്ട്. അത് അള്ളാഹു നമുക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിനെയും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിനുള്ള സഹായത്തിനായി ഒരാളെയും തെരഞ്ഞു പോവേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾക്ക് വീട്ടിൽ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കുടുംബ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും തേടി പോവും. ഇങ്ങനെയുള്ള അവസ്ഥ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആദ്യമൊക്കെ നമുക്ക് അതിന് ഉത്തരം കിട്ടും, അപ്പം നമ്മൾ വിചാരിക്കും അത് കിട്ടിയല്ലോ, അത് ശരിയായല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അത് ആരെ മഹത്വം കൊണ്ടുമായിരിക്കില്ല, അള്ളാന്റെ പരീക്ഷണമാണ്. നമ്മൾ വീണ്ടും വീണ്ടും പോവും. പിന്നെ നമുക്ക് അതിനുള്ള പൈസയും നഷ്ടമാവാണ്, നമ്മളെ വിലപ്പെട്ട സമയവും നഷ്ടമാവാണ്. പോരാത്തതിന് ശിർക്ക് എന്നുള്ള ആ ഒരു കാര്യം അത് നമ്മളിലേക്ക് വരികയാണ്. പിന്നെ നമുക്ക് അള്ളാന്റെ ശിക്ഷയാണ്, കടുത്ത ശിക്ഷയാണ് പകരം കിട്ടുന്നത്. സത്യമായ വാക്കുകളാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് അള്ളാന്റെ ശിക്ഷ മാത്രമായിരിക്കും. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു വെച്ച് പിന്നെ നമുക്ക് ശിക്ഷയാവും കിട്ടുക. പിന്നെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ആ ഒരു ശിക്ഷ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, നമ്മൾ മനസ്സിലൊരിക്കലും വിചാരിക്കാത്തത്, മാനക്കേടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരിക, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടൽ, രോഗങ്ങൾ, അങ്ങനെ പല പരീക്ഷണങ്ങളും അള്ളാഹു താല നമുക്ക് തരും. അതറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിയിട്ടുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അള്ളാഹു താല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു തരട്ടെ, ആമീൻ. മനസ്സുകൊണ്ട് പോലും നമ്മൾ ഇനി അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ദുആയിലേക്ക് മടങ്ങുക. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാറി ചിന്തിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അവിടുന്ന് മാത്രമേ നമുക്ക് ഉത്തരമുള്ളൂ, അവിടുന്ന് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് കാര്യപ്പെടുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത്, ഞാൻ പഠിച്ചതുമെല്ലാം ഒരാളുടെ വിധിയും മറ്റൊരാൾക്കും മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല. അത് അള്ളാഹു താലാക്കല്ലാതെ. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളെ പഠിച്ച റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതേ ഈ ഭൂമി ലോകത്ത് നടക്കുകയുള്ളൂ. അതാണ് നിശ്ചയവും തീരുമാനവും. അല്ലാതെ ആ ഒരു വിധി മാറ്റാൻ പടപ്പുകളായ നമ്മളിൽ ഒരാൾക്കും കഴിയൂല. ഇൻഷാ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബർക്കത്തില്ലായ്മയും എല്ലാം മാറി നല്ല രീതിയിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഹലാലായ പണം വന്ന് ചേരാനും നമ്മളെ പട്ടിണി, ദാരിദ്ര്യം, മറ്റു ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിപ്പോകാനും അതിനെല്ലാമുള്ള ഒരു വഴിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിയുന്നതും അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ട് തന്നെ ഞാൻ പറയാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സുബഹിക്ക് എന്തായാലും എണീക്കുന്നതാണ്. അപ്പോൾ സുബഹിൻ്റെ കുറച്ച് മുമ്പ് എണീറ്റ് നല്ല രീതിയിൽ വുളുവൊക്കെ ചെയ്ത് നിസ്കരിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ കഴിയുന്നില്ല എങ്കിൽ 2 മണിക്കും 3 മണിക്കും ഒന്നും നീച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുക, അത് നിങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. പിന്നെ നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ദിക്റുകളുടെ കൂട്ടത്തിൽ തന്നെ രാജാവായ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ. ഈ ഒരു ദിക്ർ നിങ്ങൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് 1000 വട്ടോ അല്ലെങ്കിൽ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് തഹജ്ജുദൊക്കെ കഴിഞ്ഞതിന് ശേഷം 1000 വട്ടോ എന്തായാലും നിത്യമായിട്ട് പതിവാക്കുക. അങ്ങനെ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലേക്ക് പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഹലാലായ പണം തന്നെ എത്തിച്ചേരുന്നതാണ്. ഇത് അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ്, ഇപ്പോഴും പതിവാക്കുന്ന കാര്യവുമാണ്. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതും എല്ലാവരും ചൊല്ലുന്നതുമായ ഒരു ദിക്റുമാണ്. ഇത് ചൊല്ലാൻ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ. ഇനിയിപ്പോൾ 1000 തവണയൊന്നും കഴിയൂല എന്നുണ്ടെങ്കിൽ, അങ്ങനെയും തിരക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സുബഹിൻ്റെ മുമ്പ് 100 വട്ടം സുബഹിൻ്റെ ശേഷം 100 വട്ടമെങ്കിലും ചൊല്ലാൻ നോക്കുക. ഇതൊന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമാകപ്പെട്ട സൂറത്തുൽ ബലദിൻ്റെ കാര്യമാണ്. സൂറത്തുൽ ബലദ് നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം
ചുരുങ്ങിയത് ഒരു 3 വട്ടം അല്ലെങ്കിൽ 7 വട്ടം, കഴിയുമെങ്കിൽ 11 വട്ടം. ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും വട്ടം ഇതൊന്ന് ചെല്ലുക. അത് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ട് നടക്കുക. ഈ രീതിയിൽ നിങ്ങൾ മറക്കാതെ ചൊല്ലി നോക്കി അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലം, അതുകൊണ്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കും. അത്രക്കും പവർഫുള്ളായ സൂറത്താണ് സൂറത്തുൽ ബലദ്. ഇത് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉള്ള ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ വിഷമുള്ള ജന്തുക്കളുടെയൊക്കെ ബുദ്ധിമുട്ടിനും ശല്യത്തിനും ഒക്കെ ഈ ഒരു സൂറത്ത് പതിവാക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇങ്ങനെയുള്ള ജന്തുക്കളോടൊക്കെ ഒരു പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഉറങ്ങിയാൽ മതി. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള ജന്തുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജന്തുക്കൾ വരും എന്നുള്ളൊരു പേടിയോ ഭയമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് ഓതിയാൽ മതി. അല്ലെങ്കിൽ അത് അക്ഷരത്തെറ്റൊന്നും കൂടാതെ എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ വൃത്തികേടൊന്നും കൂടാത്ത രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. പരിശുദ്ധ ഖുർആനിലെ 90ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബലദ്. ഇതിൽ 20 ആയത്തുകളാണുള്ളത്. അപ്പോൾ അത്രയും വലിയ സൂറത്തൊന്നുമല്ല, എല്ലാവർക്കും ഓതാൻ കഴിയുന്ന ചെറിയൊരു സൂറത്ത് തന്നെയാണ്. അത് നമ്മൾ നിത്യമായിട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണാപ്പാടും പഠിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇതൊരു 4 ദിവസം 5 ദിവസം ചെയ്ത് കാണ്ട് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല, അതൊന്നും റെഡി ആയിട്ടില്ല പറഞ്ഞിരിക്കരുത്. അത് നമ്മളെ ജീവിതത്തിൽ അങ്ങോട്ട് പ്രാവർത്തികമാക്കുക. അപ്പം നമുക്ക് നമ്മളെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മുമ്പേ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഇനി ചെയ്ത് നോക്കുന്നവരാണെങ്കിലും അനുഭവം കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.